ഓ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെളുപ്പാങ്കാലത്ത് എണീച്ച് ഇങ്ങനെ ഇരിക്കണേന്ന് അറിയാവൂ? ഒരു അടിപൊളി വിഷ്വൽസ് ഉണ്ട് കേട്ടോ. സൂര്യോദയം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തീരാറായി കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് കണ്ട് ഈ ഒരു ചെറിയൊരു കോട്ടേജിലാണ്. അപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മലനിരകളും സൂര്യോദയമൊക്കെ കാണും. ഞാൻ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരാം, ബിസ്ക്കറ്റ് മേടിച്ചു തരാം. ഓ ഇതിന്റെ കാര്യം പട്ടിയെ കൊണ്ടൊക്കെ അഭിനയിക്കാൻ ഭയങ്കര പാടാണ്. എന്താ അടിപൊളിയാട്ടാ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ കാണാനേ. നമുക്ക് ഇവിടെ നിന്ന് സൂര്യോദയമൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത കോട്ടേജ്. ഇവൻ നമ്മളെ ടീമിലെ ആളാണ് കേട്ടോ. ഇന്നലെ തൊട്ടേ നമ്മളെ പിറകെ അടക്കണം. എൻ്റെ പേരെന്താടാ? റിങ്കു. ഇപ്പൊ ഇട്ടതേ ഉള്ളു കേട്ടോ പേര്. റിങ്കു, ബിസ്ക്കറ്റ് വേണോടാ? ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വേണോ? എനിക്ക് വാ, നമുക്ക് പോയി ബിസ്ക്കറ്റ് മേടിക്കാം. വാവ്, പിന്നെ ഉറക്കം. നമ്മള് ബിസ്ക്കറ്റ് മേടിക്കാൻ പോവാണ്. രേഷ്മേരെ റിങ്കു ആണ് അല്ലേടി? രേഷ്മ ഒളിച്ചിരിക്കണുണ്ട. രേഷ്മ പക്ഷെ ഫുഡ് കൊടുക്കൂല. ഇന്നലെ പുട്ടും ബീഫും ചിക്കനൊക്കെ മേടിച്ച് അവൾ ഒറ്റയ്ക്ക് തിന്ന്. പാവ റിങ്കുവിന് കൊടുക്കാതെ. ബാക്കി എല്ലാ പട്ടിക്കും കൊടുത്തു, അവനും എടുത്തില്ല. നമ്മള് റിങ്കുവിന് ബിസ്ക്കറ്റ് മേടിക്കാൻ പോവാണ് രാവിലെ തന്നെ. റിങ്കു കണ്ട, ഇന്നലെ തൊട്ടേ ഉണ്ട് നമ്മളവിടെ. ഇന്നലെ വന്നപ്പോ തൊട്ടേ കൂടെ വരെയാണ്. ഇവിടെ നിന്ന് കണ്ട, ഇവിടെ ഫുള്ള് കോട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ. ഇവിടെ ചെറിയ ചെറിയ റെന്റിന് നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ റൂംസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് കണ്ട, ഇതൊക്കെയും ചെറിയ റൂംസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വുഡ് കോട്ടേജ് അതായിരുന്നു കേട്ടോ. കൊള്ളാം, അത്യാവശ്യം നല്ലതായിരുന്നു. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സൺറൈസ് കാര്യങ്ങളെല്ലാം കിട്ടും. വേണ്ട, ഇപ്പുറത്തെ ഔട്ട് ഹൗസിൽ ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ചായക്കട. ഈ പൂവൊക്കെ നോക്കിയാണ്. എൻ്റെ പൊന്നെ, ഭയങ്കര കളറ് കേട്ടോ, നല്ല രസമുണ്ട്. നമ്മളവിടെ നിന്ന് ഇത്ര കളറും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ വണ്ടി അവിടെ സേഫായിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി. എന്താ ഇവിടെ ഉണ്ട്, എന്തര കൃഷിയാണ് കേട്ടോ. ഇത് നെല്ലാണ് കേട്ടോ സംഭവം. പക്ഷെ അവർ നോക്കിയാണ് ഈ മലയുടെ മണ്ടേ കൊണ്ട് നെല്ല് കയറണുണ്ടോ? രാവിലെ തന്നെയൊക്കെ കാള. ഇവിടുത്തെ കാളകൾക്കൊക്കെ ഒരു പ്രത്യേകമുണ്ട്. ഇതിപ്പോ കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാളകളും പശുക്കളും പോത്തുകളും എരുമകളെയൊക്കെ കാണണം, അങ്ങ് അഴിച്ചു വിട്ടേക്കാണ്. രാത്രി ഇവിടെ ഓരോരോ ഷെഡുകൾ പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അവിടെ വന്ന് കയറും. കോഴികളൊക്കെ നോക്ക്, വെറൈറ്റി കോഴി. നമ്മളവിടെ നിന്ന് കാണാത്ത കളറല്ല, മോഡല്. വേറെ ഇനത്തിൽപ്പെട്ട കോഴിയാണ് കേട്ടാ. കണ്ട, ഇവിടെ ഇങ്ങനെ നമ്മൾ പോണ വഴിക്ക് തന്നെ ഇങ്ങനെ അടക്കം ചെയ്തേക്കണൊക്കെ കാണാൻ പറ്റും കേട്ടാ. പിന്നെ കണ്ട കുതിരകളെ നോക്കിയ, കുതിര കണ്ട. ഇവിടെ വന്നപ്പോ പശു കുതിരയൊക്കെ ഇങ്ങനെ നടന്ന്. നിങ്ങൾ അടച്ചെടുക്കില്ല, കെട്ടിയിടൂല? കെട്ടിയിടോ പശുവിനെ? വീട് എവിടെ? എല്ലാമേ ഇവിടെ തന്നെ. അത് പാട്ട് മീൻ ചേരും. നിങ്ങളുടെ കുതിര ഇങ്ങനെ നടന്നു പോകത്തില്ല. ഇവിടെ വന്നിട്ട് അങ്ങനെ കണ്ടു. ഇത് കണ്ട, കുതിരനെയും കാര്യങ്ങളൊക്കെ കണ്ട. ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. കോഴികള് കണ്ട, കാളകളെ കിടക്കണമൊക്കെയാണ്. നമ്മളവിടെയൊക്കെ ഉണ്ടാ ഇതേപോലത്തെ കാള? ഉണ്ടാടി. പട്ടി വയ്ക്കാണ്. പട്ടി മുള്ളാണ് രാവിലെ തന്നെ. ഭയങ്കര തണുപ്പിന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇതാണ്.
ഇവിടുത്തെ പട്ടികൾക്കൊക്കെ പ്രത്യേക രോമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നോക്കിയാണ് ഇവ എന്താടാ ഇങ്ങനെ നിൽക്കണ, എന്തോ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കേട്ടാ. ഏയ് കുതിരക്കുട്ടാ, അവൻ പക്ഷെ ഒരു ഉറങ്ങിയിരിക്കണം കുതിര. കാള നോക്കിയാണ്, കാള രണ്ടും നല്ല അടിപൊളി കാള. ചെന്ന് കയറി കൊടുക്കണ്ട, ചിലപ്പോൾ കുത്തി മലത്തിയിട്ടാലാ. നമുക്കിനി വേണ്ടി നമ്മളെ പട്ടിക്കൂട്ടിന് ബിസ്ക്കറ്റ് എടുക്കാൻ പോവാം. ഓക്കെ, ഇവിടുത്തെ ഷഹാന ഹോം ഫുഡാണ് കേട്ടോ. നോക്ക്, ഇതാണ് ഇവിടുത്തെ ഹോട്ടല്. സത്യം പറഞ്ഞ നോക്ക്, ഹോട്ടലല്ല തട്ടുകട. ഒരു തട്ടുകട സെറ്റപ്പിൽ അവർ ചെയ്യണതാണ്. എനിക്കാണ് കിളികളെല്ലാം പറഞ്ഞോണ്ടുണ്ടോ. ഇവിടെ ഒരാൾ ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് വന്നു കേട്ടാ. രേഷ്മ ആര്യന് ബിസ്ക്കറ്റ് മേടിക്കാൻ വന്ന് കാണാനില്ല. നമുക്കിനി അവരെ തപ്പി കിടക്കണം. എങ്ങനെയുണ്ട്? രാവിലെ തന്നെ നേരം വെളുത്തു. രാവിലെ നേരം വെളുത്ത സൂര്യൻ ഉദിച്ചു. നോക്കിയുള്ളൂ, സൂര്യനെ കണ്ട നമ്മളെ പുറകിലെ സൂര്യൻ കണ്ടു. അപ്പോൾ ഇപ്പൊ നമ്മളുള്ളത് കൂക്കൽ. കൂക്കലായിരുന്നു നമ്മൾ ഇന്നലത്തെ സ്റ്റേ ആയിട്ടാ. കണ്ട, ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ. ഹായ്, എപ്പോ ഓപ്പൺ ആവും? സത്യം പറഞ്ഞ ഇവിടെയൊക്കെ ഒരു തവണയിലും വരണം അല്ലേ? നമ്മള് അവിടെ കാണാൻ പറ്റാത്ത ഗ്രാമം, ഇങ്ങനത്തെ ഗ്രാമം നമ്മൾ അവിടെ കയ്യിൽ കണ്ട കല്ല് വെച്ച് വീട് വെച്ചിരിക്കുന്നുണ്ട. കല്ലൊക്കെ വെച്ചുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതേപോലെ കൂടുതലും മഡ് ഹൗസ് ആണ് ഇവിടെ. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇതുപോലത്തെ വീടുകളുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇവരിപ്പോൾ കടന്നു പോണത്. അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നേരെ വണ്ടി എടുത്തോ, കൂക്കലോട്ട് വിട്ടോ കേട്ടോ. കൂക്കൽ. ആ, ഇവനാണ് ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് വന്നത്. എടാ എവിടെ ആര്യനും രേഷ്മ എവിടെ? അവരെവിടെ? അവരപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരണം. ബാ ബാ ബാ, ബിസ്ക്കറ്റ് തന്നാ എനക്ക്. ഈ വീടൊക്കെ കണ്ട പണ്ടത്തെ ഒരു സെറ്റപ്പ് വീടാണ്. ടെറസിട്ട കുറച്ച് വീടുകളുണ്ട്. പിന്നെ ഇതെന്തോ ഇവിടുത്തെ എന്തോ ചെറിയ ആരാധനയ്ക്കുള്ള എന്തോ സെറ്റപ്പാണ്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണത്. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വയ്യ. പട്ടിക്കൂട്ടം എന്തോ പോണു, പക്ഷേ നമ്മളെ ബിസ്ക്കറ്റ് അടിച്ചു കൊടുക്കാൻ വന്നവരെ കാണാനില്ല. നോക്കിയാണ് ഇവിടെ ഉള്ള കൃഷിയൊക്കെ കണ്ട. ഇങ്ങനെ ഇവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെ തട്ടായിട്ടുള്ളതാണ് കണ്ട. ഇവരിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ തട്ടാക്കി ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് എല്ലാവരും ഉറക്കമൊക്കെ എണീച്ച് വരണതേ ഉള്ളു കേട്ടോ. ഇവിടെ രണ്ടുപേരും ഉറക്കം എണീരടേ. പിന്നെ നല്ല രാവിലെയൊക്കെ എണീക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറൊരു മഡ് ഹൗസ് കാണിച്ചു തരാവേ. അതുണ്ട ഈ വീട് എങ്ങനെ ഉണ്ട്? ഇത് ബിസ്ക്കറ്റ് മേടിക്കാൻ പോയവരും ഉണ്ടോ? ഇതോ നടന്നു വരെയാണേ. കിട്ടി ആളിനെ കിട്ടി. നോക്കിയാണ് വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ അവിടെ കട തുറന്നു തരാമെന്ന് പറഞ്ഞടാ അവര്. എന്താ ഇവിടെ കണ്ട നോക്കിയാണ് ട്രാക്ടർ കാര്യങ്ങളൊക്കെ അതാ ഒതുക്കിയിട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ നെൽകൃഷി കാര്യങ്ങളൊക്കെ അതാ കണ്ട. മഡ് ഹൗസാണ് സംഭവം. ഇപ്പുറം വശം കണ്ട ഒരു ഭാഗം കല്ലാണ്. ഈ ഫ്രണ്ടാണ് അവർ പൂശിയിട്ടുള്ളത്. പിന്നെ വെള്ളത്തിനൊക്കെ നോക്കിയാണ് എല്ലാം മിക്കുള്ള വീടുകളിലും കണ്ട. അതേപോലെ വലിയ ക്യാനുകൾ കാണും. വലിയ ക്യാനുകൾ അവർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വണ്ടിയിലാണെന്ന് തോന്നുന്നു അല്ലേ, നിറച്ചു കൊടുക്കും. ഇവിടെ അങ്ങനെ കിണറുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കാണാനേ കിട്ടിയിട്ടില്ല ഒരു വീട്ടിൽ. ഇവർ മെയിനായിട്ടും ഇങ്ങനെ ഇവിടത്തെ ഇങ്ങനെ ചെറിയ അരുവികളും അതൊക്കെയാണ് ഇവർ വെള്ളത്തിനായിട്ട് ഇവർ ചൂസ് ചെയ്യണത്. കോഴിയൊക്കെ വയ്ക്കണം ഒറ്റക്കാലിരിക്കണം. പൊക്കോ അതുകൊണ്ട് ഇവിടുത്തെ കട സെറ്റപ്പ് ഉണ്ടാ. അഭിനയ സ്റ്റോറേ നോക്ക് കണ്ട. ഇതാണ് ഇവിടുത്തെ കടകൾ. നോക്കിയാണ് ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ 2 നില വീടൊക്കെ കണ്ട മാക്സിമം ഇത്ര. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ മുതുക്ക് വീടുകളൊക്കെ കെട്ടി അല്ലേ. നടു റോട്ടിൽ കൂടെയാണ് കോഴികളൊക്കെ നടന്നു പോകണം. ഇവിടെയുള്ള എല്ലാവരും എന്താ ഇതേപോലത്തെ സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നടക്കണം. എന്ന് വെച്ചാൽ അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. അമ്മാതിരി തണുപ്പാണ് അല്ലേടി.
ഉള്ള ഇതല്ല, വൈൽഡ് എന്തുവാടെ, വൈൽഡാണെന്ന് എനിക്ക് അറിഞ്ഞു. വള്ളി ഓറഞ്ച് ആണ്, പക്ഷെ നമ്മളിവിടെ ഈ വള്ളി ഓറഞ്ച് അല്ല ഇത്. പക്ഷെ ഭയങ്കര മധുരമാണ്, നമ്മൾ മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ. വേറൊരു ഷേപ്പാണ് കേട്ടോ അതിന്. ഇത് കണ്ട, ഇത് ഇവിടുത്തെ വേറൊരു കോട്ടേജാണ്. കൊള്ളാം. ഇത് ഇവിടുത്തെ വേറൊരു സ്റ്റേ ആണ് കേട്ടോ. ഒരു ഗാർഡനിങ് ഒക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കൊള്ളാം. മുകളിലൊക്കെ കണ്ട, മുകളിലൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേ കാര്യങ്ങളൊക്കെ. കണ്ട, ഇത് ഇവിടുത്തെ ഒരു കടയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കട. പക്ഷെ ഇതിൻ്റെ അകത്ത് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം, ബിസ്ക്കറ്റ്, ചായ ഉണ്ട്, അങ്ങനത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കടയിൽ നിന്ന് തുറന്നില്ല, ഇന്നലെ നമ്മൾ കണ്ടാണ്. തുറക്കാൻ പോണതേ ഉള്ളൂ. എന്താ ചേട്ടൻ കടയൊക്കെ അതാ തുറക്കാൻ പോണതേ ഉള്ളൂ. ഓക്കെ. പക്ഷെ അവനതാ തണുത്ത് വിറച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ് കേട്ടോ. സ്വെറ്ററൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. ഉറങ്ങി തട്ടണമൊക്കെയാണ് ഷെഫ്. ഫുള്ളുണ്ട് കേട്ടോ, ബിസ്ക്കറ്റ്, മുട്ടായി, എല്ലാ സെറ്റപ്പും ഉണ്ട്. കൊള്ളാം. എടേ, ഒരു മാജിക് കാണിച്ച്. വാവ്, സൂപ്പർ മാജിക്. അപ്പോൾ നമ്മുടെ ഈ കൂക്കൽ ഗ്രാമം എന്ന് പറയുന്നത് ഇതാണല്ലേ. കൂക്കൽ ഗ്രാമം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ശരിക്കും അങ്ങോട്ടുണ്ട്. പിന്നെ നമുക്ക് നടന്ന് പോകണം, കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പൂണ്ടിയിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ബ്ലോഗായിട്ട്. അതിന് മുന്നേ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, ആ ലേക്കിലൊക്കെ പോകണമെന്നാണ് പ്ലാൻ. പക്ഷേ നടക്കോ ഇല്ലേന്നൊന്നും അറിഞ്ഞു കേട്ടോ. നമ്മൾ ചെറിയ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണേ. ഇതും വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.